മദ്യപിക്കണമെന്നില്ല. പക്ഷേ ശരീരം സ്വയം മദ്യം ഉൽപ്പാദിപ്പിക്കും. കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായി തോന്നാമെങ്കിലും സംഗതി ഉള്ളതാണ്. ഇതിപ്പോൾ കാശ് കൊടുക്കാതെ ഫ്രീ ആയി ഫിറ്റാകാമല്ലോ എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ തെറ്റി. ഓട്ടോ ബ്രൂവറി സിൻഡ്രോം എന്ന അപൂർവ രോഗാവസ്ഥയാണ് ശരീരത്തിൽ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിന് പിന്നിലുള്ളത്. മദ്യപിച്ചൊരു വ്യക്തി എങ്ങനെയായിരിക്കുമോ അതുപോലെയായിരിക്കും ഈ രോഗാവസ്ഥയിലുള്ളവരും കാണപ്പെടുക. അതായത് മദ്യപിക്കാതെ തന്നെ മദ്യപിച്ച ലക്ഷണങ്ങൾ ഉണ്ടാകും. ഈ രോഗമുള്ളവരുടെ രക്തത്തിൽ ഉയർന്ന തോതിലുള്ള മദ്യത്തിന്റെ സാന്നിധ്യവും അനുഭവപ്പെടും. 1952 ജപ്പാനിലാണ് ഈ അവസ്ഥ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ 1990 മാത്രമാണ് ഇത് ഒരു രോഗമായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. ലോകത്താകെ 20 പേർക്ക് മാത്രമേ ഓട്ടോ ബ്രൂവറി സിൻഡ്രോം സ്ഥിരീകരിച്ചിട്ടുള്ളൂ. ഓട്ടോ ബ്രൂവറി സിൻഡ്രോം ഗട്ട് ഫെർമെൻറ്റേഷൻ എന്നും എൻഡോജനസ് എത്തനോൾ ഫെർമെൻറ്റേഷൻ എന്നും അറിയപ്പെടുന്നു. ശരീരം പഞ്ചസാരയും അന്നജവും അടങ്ങിയ ഭക്ഷണങ്ങളെ അഥവാ കാർബോഹൈഡ്രേറ്റുകളെ ആൽക്കഹോളാക്കി മാറ്റുന്ന അവസ്ഥയാണത്. ഓട്ടോ ബ്രൂവറി സിൻഡ്രോം ഉള്ള വ്യക്തികളിൽ സക്കറോമൈസസ് സെറിവിസിയ അല്ലെങ്കിൽ കാൻഡിഡ സ്പീഷീസ് പോലുള്ള ജീവികൾ കുടലിൽ വളരും. ഈ സൂക്ഷ്മാണുക്കൾ കാർബോഹൈഡ്രേറ്റുകളെ പുളിപ്പിക്കുകയും അവ എത്തനോൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എത്തനോൾ രക്തപ്രവാഹത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയും ആൽക്കഹോളിൻ്റെ ലക്ഷണങ്ങളിലേക്ക് അയാളെ നയിക്കുകയും ചെയ്യും. അപ്പോഴാണ് മദ്യപിച്ച പോലത്തെ അവസ്ഥയുണ്ടാകുന്നത്. കുടലിലെ ഈസ്റ്റിൻ്റെ സാന്നിധ്യം അമിതമാകുന്നതാണ് ഓട്ടോ ബ്രൂവറി സിൻഡ്രോമിലേക്ക് ശരീരത്തെ നയിക്കുന്നത്. കാൻഡിഡ ആൽബിക്കൻസ്, കാൻഡിഡ ഗ്ലബ്രാറ്റ, ടോറുലോപ്സിസ് ഗ്ലബ്രാറ്റ പോലുള്ള ഈസ്റ്റുകൾ ഈ അവസ്ഥയുണ്ടാക്കാം. അതായത് ഓട്ടോ ബ്രൂവറി സിൻഡ്രോം വരുന്നതോടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യം കഴിക്കാത്ത ആളാണെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ മദ്യത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായേക്കും. കുടലിന് പ്രശ്നമുള്ളവർ, വയറിലെ പേശികൾക്ക് തകരാർ സംഭവിച്ചവർ, പ്രമേഹ രോഗികൾ, ഫാറ്റി ലിവർ രോഗികൾ, കോൺസ് ഡിസീസ് എന്നിവയുള്ളവർക്കെല്ലാം ഓട്ടോ ബ്രൂവറി സിൻഡ്രോം ഉണ്ടാകാനുള്ള സാധ്യത അധികമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗവും ഈ രോഗത്തിലേക്ക് തള്ളിവിടാം. ഒരു തുള്ളി മദ്യം പോലും അകത്തു പോകാതെ തന്നെ ഫിറ്റാകുന്നതാണ് ഈ രോഗാവസ്ഥയുടെ പ്രധാന ലക്ഷണം. തലകറക്കം, തലവേദന, ശ്രദ്ധിക്കാനാവാത്ത അവസ്ഥ, ചർമ്മം ചുവക്കുന്നത്, നിർജ്ജലീകരണം, മനം മറിച്ചിൽ, ഛർദി, വരണ്ട വായ, ക്ഷീണം, ഓർമ്മ തകരാർ എന്നിവയെല്ലാം ഓട്ടോ ബ്രൂവറി സിൻഡ്രോമിൻ്റെ മറ്റ് ലക്ഷണങ്ങളാണ്. മദ്യപിക്കാതെ തന്നെ നിങ്ങളെ മദ്യപാനിയാക്കുന്ന ഈ രോഗാവസ്ഥയ്ക്ക് നിലവിൽ ചികിത്സയുണ്ട്. ആൻറ്റി ഫംഗൽ മരുന്നുകൾ കൊണ്ടും ആൻറ്റിബയോട്ടിക്സ് കൊണ്ടും ഈ രോഗം സുഖപ്പെടുത്താവുന്നതാണ്. രോഗാവസ്ഥ വന്നവർ ഭക്ഷണം ക്രമീകരിക്കുകയാണ് ആദ്യം വേണ്ടത്. കൂടാതെ കാർബോഹൈഡ്രേറ്റ്സും പ്രോസസ്സ് ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങളും ഓട്ടോ ബ്രൂവറി സിൻഡ്രോം ഉള്ളവർ ഒഴിവാക്കണം. കൂടാതെ പഞ്ചസാര ഒഴിവാക്കുന്നതും ഏറെ ഗുണം ചെയ്യും.